ഹലോ യൂട്യൂബ്, നമസ്കാരം. ദിസ് ഇസ് നന്ദനൻ. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. അത് വീട്ടിലേക്ക് സ്വാഗതം. സോ ഇങ്ങനെ ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ എല്ലാവരും ഞായറാഴ്ച ദിവസം ഇങ്ങനെ സെറ്റായി വീട്ടിലേക്ക് ഇന്ന് ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സോ അഗൈൻ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ട്രെയിലർ ചെയ്തു, പാട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ആൻഡ് വർഷങ്ങൾക്ക് ശേഷത്തിൽ നമ്മൾ എനിക്ക് തോന്നിയിട്ട് 4ാമത്തെ വീഡിയോ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തു, പിന്നെ 2 പാട്ടുകൾ ചെയ്തു. ഇതിപ്പോ 3ാമത്തെ പാട്ടിലേക്ക് കിടക്കുന്നുണ്ട്. സോ ഏപ്രിൽ 11 റിലീസ്. അപ്പോൾ ഓരോരോ പാട്ടും സീനുകളും കാര്യമായിട്ട് ഇങ്ങനെ വന്നുകൊടുക്കുന്നുണ്ട്, ഇന്റർവ്യൂകൾ വന്നുകൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിലൊരു പാട്ടാണ്. ഇതൊരു മനോഹരമായ ഒരു മെലഡി ടൈപ്പ് ഓഫ് സോങ് ആണ്. നമ്മൾ നേരത്തെ 2 പാട്ടുകൾ, ഒന്ന് നിവിൻ പോളിന്റെ, പിന്നെ ഒന്ന് നമ്മളെ പ്രണവ് മോഹൻലാലിന്റെ, 2 ചെയ്ത് വേറൊരു ടൈപ്പ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു സൂത്തിങ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുന്ന പോലെ, ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ടാണെന്നാണ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല, പറയുന്നത് നമ്മൾ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും കേൾക്കുക, അങ്ങനെ ഒരു മനസ്സിലാക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഇതുവരെ കണ്ടിട്ടില്ല. സോ നമ്മൾ നേരെ ആ പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം. ആൻഡ് ജ്ഞാപകം എന്നാണ് പാട്ടിന്റെ പേര്, ജ്ഞാപകം, ഓർമ്മ. ഓക്കെ. സോ അമൃത് രാമനാഥ് ആണ് ഇതിന്റെ കമ്പോസർ, അമൃത് രാമനാഥ്. ഓക്കെ. ആൻഡ് ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ബോംബെ ജയശ്രീ ആൻഡ് വോക്കൽസ് ബൈ അമൃത് രാമനാഥ് ആൻഡ് സിന്ദൂര ജിഷ്ണു. സോ ഗൈസ്, ജ്ഞാപകം സ്റ്റാർട്ട് ഹിയർ. ജ്ഞാപകം. രണ്ടാളുണ്ട്. ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே, இமை மூடாமல் நான் துடித்தேனே, ஞாபகம் மனம் ஏங்குதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே. ആ ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. അവൻ ഓർമ്മകളാണ് ഈ പറയുന്നത്. ശരിക്കും ജ്ഞാപകം. അതേ ஞாபகம், അതേ സൗരഭം மீண்டும் വേണ്ടുമേ, അതേ ஞாபகம், അതേ സൗരഭം மீண்டும் സൗണ്ട് സൂപ്പർ. வேண்டுமே, ஒரு முறை என் பிழை மறந்து நீ வந்திடு, உனை பிரிந்தேங்கிறேன் வந்திடு, லிரிக்ஸ் சூப்பர் டா. ஒரு முறை என் பிழை மறந்து நீ வந்திடு, இன்று நான் கேட்கிறேன் வந்திடு, ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே, ஞாபகம் மோதுதே, உள் தவிக்குதே, ஞாபகம் மோதுதே, மனம் ஏங்குதே. ഞാൻ എക്സ്പ്രഷൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.
സി വാവ് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു 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 സൂത്തിങ് നമ്മളെ മനസ്സിനെ ഒരു ശാന്തമാക്കുന്ന അല്ലെങ്കിൽ രീതിയിൽ ശരിക്കും ജ്ഞാപകം ഓർമ്മകളിലേക്കുള്ള നമ്മളിങ്ങനെ ഇടക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ആ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെ ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. സോ അവരെന്തൊക്കെ പഴയ കാലത്തൊക്കെ ഓർക്കുന്നതോ വീണ്ടും കണ്ടുമുട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു സീൻസുകളൊക്കെ വരും. മേ ബി അങ്ങനെ ആയിരിക്കാം. സോ ആ ടൈമിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ആ ഒരു ഫീൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. സോ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ആ സിനിമേന്റെ കഥേന്റെ കൂടെ നമ്മുടെ കഥാപാത്രങ്ങളുടെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് സൂപ്പർ ആയിരിക്കും ഫീല്. ആൻഡ് ഇതിന്റെ ലിറിക്സ് ആൻഡ് പാട്ട് പാടിയ നമ്മുടെ അമൃത് രാമനാഥ് ആൻഡ് ആ ലേഡി സൂപ്പർ വോയിസ് ആണ്. തമിഴ് സോങ് ആണ്. ശ്രീനിവാസന്റെ എന്തായാലും വിനീത് ശ്രീനിവാസന്റെ ഒരു തമിഴ് സോങ് എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്ക് ഇതിൽ പറയാൻ ധ്യാൻ ശ്രീനിവാസന്റെ മൈന്യൂട്ടായ ചെറിയ എക്സ്പ്രഷൻസ് ഇതുവരെ ഒരു സിനിമയിലും കാണാത്ത രീതിയിൽ ധ്യാൻ ശ്രീനിവാസന്റെ എക്സ്പ്രഷൻസ് എടുത്തു വെക്കുന്നുണ്ട്. അതേപോലെ പ്രണവ് മോഹൻ ആ രണ്ട് ലാസ്റ്റ് 1 മിനിറ്റിലെ 30 സെക്കൻഡ്സിലെ ആ ലുക്കുകൾ കാര്യങ്ങൾ പൊളിയായിരുന്നു. നല്ല സൂത്തിങ് എക്സ്പീരിയൻസ് മൈൻഡ് ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു സംതിങ് വെറൈറ്റി ഒരു ഫീൽ തരുന്നത് ഒരു ഫീൽ ഗുഡ് പാട്ട്. എനിവേ കട്ട വെയിറ്റിംഗ് ഫോർ വർഷങ്ങൾക്ക് ശേഷം April 11. താങ്ക് യു ഗൈസ്.